ഹായ് ഹലോ എവരി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാട്ടോ. അപ്പോൾ ഇന്ന് തിരക്കേറിയ ദിവസത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അതിൻ്റെ അപ്പത്ത് നമുക്ക് കാണാതെ. അപ്പോൾ ഈ തിരക്കേറിയ സമയത്ത് നീ എന്തിനാ ഇപ്പോൾ വ്ളോഗ് എടുത്തത് നിങ്ങൾ ചോദിക്കും. വെറുതെ ഒരു രസം. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ നീട്ടി അങ്ങോട്ട് അപ്പമൊക്കെ ശരിയാക്കി എടുത്തിട്ടു. അങ്ങനെ വെറുതെ വിടാൻ പറ്റുമല്ലോ അപ്പത്തിന്. അപ്പോൾ തിരക്കേറിയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇളയച്ചിക്ക്, അതായത് അനിയൻ്റെ ഭാര്യയ്ക്ക് എണ്ണയും കച്ചയും കൊണ്ടുപോകില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഡെലിവറിയുടെ മുന്നേ നമ്മൾ എല്ലാ ഐറ്റംസും കൊണ്ടേ കൊടുക്കുമല്ലോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ആ ഒരു ചടങ്ങാട്ടോ ഇന്ന്. തിരക്ക് പിടിച്ച സമയത്ത് ഇന്ന് വാഷിംഗ് മെഷീനില്ലാത്ത പൊടികളൊന്നും കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും ഇന്നാണ് ഞാൻ എൻ്റെ കണ്ണ് കാണുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സോപ്പിട്ടത് കഴുകിയെടുത്തിട്ടോ. 10 മണിക്ക് പോണേനും 9 മണി 8:30 ആയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിരുന്നിട്ടോ, കൊണ്ടുപോകണത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എല്ലാം ശരിയാക്കുമ്പോൾ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് ഉണ്ട്, പിന്നെ പുതപ്പുണ്ട്, കുട്ടിക്കുള്ള ഐറ്റംസ് ടർക്കി, അങ്ങനത്തെ കുട്ടി ഉടുപ്പ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡെലിവറിക്ക് ശേഷം യൂസ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലത്തെ ചടങ്ങ് കേട്ടോ. തോർത്തുമുണ്ട്, ചെരുപ്പ്, സോപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവരുടെ വീട്ടിലുണ്ടോ ഇല്ലേന്നല്ല, എന്നാലും നമ്മൾ പുതിയത് വാങ്ങി കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ നാട്ടിൻപുറത്തതായ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും കേട്ടോ. നമ്മൾ എന്താ പറയുക, പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ കുറേ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ, അതൊന്നുമില്ല കേട്ടോ. പഴയ മാതിരി തന്നെയാണ് ഈ ചടങ്ങ് ഇപ്പോൾ കൊണ്ടുനടക്കുന്നത് കേട്ടോ. ഞങ്ങൾ അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ ചെരുപ്പ്, പിന്നെ പുതക്കാനുള്ളതും കുളിക്കാനുള്ളതും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ മാത്രമായിട്ട് കൊണ്ടുപോകണത്. അതായത് ഒരു 3 മാക്സി ഒക്കെ എടുത്തുക്കണം ഉമ്മ. പിന്നെ ഇതാ എന്താ പറയുക, കച്ച, അങ്ങനെ എല്ലാ ഐറ്റംസും കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടോ. തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. നാത്തൂനും വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവളാണ് ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത്. പിന്നെ ഇതാ സോപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിൽ കംഫർട്ട്, പിന്നെ ഒരു 10-35 തരം സോപ്പുകൾ, പിന്നെ തിരുമ്പുന്ന സോപ്പും, പിന്നെ കുളിക്കുന്ന സോപ്പും, ജെറ്റ്, അങ്ങനെ കുറേ സോപ്പും, പിന്നെ ഡെറ്റോള്, കംഫർട്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും. കുട്ടി കുളിപ്പിക്കാനുള്ള സോപ്പും എല്ലാം ഡെലിവറിക്ക് മുന്നേ അവിടെ എത്തണം. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ചടങ്ങ്. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം കേട്ടോ. പല ഭാഗത്തും പല മാതിരിയാണ്. പിന്നെ ചിലവർ ഇങ്ങനെ ജിലേബി, ലഡു, അങ്ങനത്തെ മധുര ഐറ്റംസുകളൊക്കെ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നും കേട്ടോ. ഇതിൻ്റെ ഒപ്പം പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഞാനിതാ മാറ്റാൻ റെഡി ആയിട്ടോ. ഒരു മാറ്റൽ കഴിഞ്ഞ അവസ്ഥയാണ് എൻ്റെ ഈ റൂമിൽ കാണുന്നത്. ഇനി വന്നിട്ട് വേണം ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടോ. ഇത് ഇപ്പാൻ്റെ പെങ്ങൾ, പിന്നെ എൻ്റെ നാത്തൂന്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കുട്ടികളും കാര്യങ്ങളും. ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലാട്ടോ പോയത്. പിന്നെ അങ്ങനെ എല്ലാതും നമ്മൾ പെട്ടിക്ക് വെച്ചിട്ടോ, അല്ല ഓട്ടോറിക്ഷയ്ക്ക് വെച്ചിട്ടോ. ഫ്രൂട്ട്സും പെട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വ്ളോഗ് വരുന്നവരെ ടാറ്റാ ബൈ ബൈ. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കേട്ടിട്ട് ബൈ.